ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ 10 ഡേയ്സ് വർക്കൗട്ട് ചലഞ്ചിൻ്റെ 7th ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ആപ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു പോയിട്ടുള്ളത്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ആദ്യമേ പറയാം, നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സെഷൻ, അതായത് ഇൻട്രോൻ്റെ ഈ ഒരു ഭാഗം തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. കാരണം നമ്മളെ ഡയറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ജേണിയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുന്നതിൽ മാറ്റമൊന്നുമില്ല. ആദ്യമേ പറയാം, നമ്മുടെ ഈ ഒരു വീഡിയോ ഡെയിലി ഒരു തവണ നിങ്ങൾ ഫോളോ ചെയ്യാനുള്ള കാര്യമല്ല. ഇതേ വീഡിയോ തന്നെ നിങ്ങൾ വീണ്ടും ഒരു 3-4 തവണ കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ ഇതിൽ തന്നെ നിങ്ങൾ ചെയ്തു പോകാനുള്ള, പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്, ഒന്നിച്ച് ചെയ്യാനുള്ളതാണ്. സാധാരണ പറയുന്ന പോലെ തന്നെ നമുക്ക് രാവിലെ 2 ഗ്ലാസ് വെള്ളം കഴിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. വെയിറ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്ന ആളുകൾ രാവിലെ വെറും വയറ്റിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അതും കുഴപ്പമൊന്നുമില്ല. കറുവപ്പട്ടിട്ട വെള്ളമോ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടോ ഒക്കെ നിങ്ങളുടെ ഇതായിട്ട് കഴിക്കാം. പിന്നെ വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ചപ്പാത്തി അല്ലെങ്കിൽ ദോശ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ദോശയോ ചപ്പാത്തിയോ ഏതാണോ ഉള്ളത് ഒന്നോ രീതിയിൽ, അതായത് ദോശയാണെങ്കിലും 1, ചപ്പാത്തി ആണെങ്കിലും 1, ഇഡ്ഡലി ആണെങ്കിലും 2 എണ്ണം ഒക്കെ ആ രീതിയിൽ കഴിക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഡയറ്റും വർക്കൗട്ടുമാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. ഏതെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും കാണിച്ചു കൂട്ടി നമുക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ കുറയ്ക്കുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് റിസൾട്ട് ഉണ്ടെങ്കിൽ കൂടിയും പിന്നീട് നിങ്ങൾക്ക് പല രീതിയിലുള്ള അതിൻ്റെ റിയാക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് തലവേദനയായിട്ടും ക്ഷീണമായിട്ടും ഷുഗർ ലെവലിലോ BP-യിലോ ഉള്ള വേരിയേഷനായിട്ടും അങ്ങനെ പല കാര്യങ്ങളായിട്ടും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സൈഡ് ഡിഷായിട്ട് തീർച്ചയായിട്ടും ദിവസത്തിൽ വെജ് അല്ലെങ്കിൽ ഫ്രൂട്ട് ഇങ്ങനെയുള്ള സലാഡുകൾ നിർബന്ധമായിട്ട് ഉപയോഗിച്ചിരിക്കണം. പയറുവർഗ്ഗങ്ങൾ ഉപയോഗിച്ചുള്ള കറികൾ, നിങ്ങൾക്കറിയാതൊന്നും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. കാരണം കടല, പയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവരുടെ അടുത്തുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. അതേപോലെ തന്നെ ബാർലി, ചോളം ഇങ്ങനെയുള്ള റാഗി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഫുഡുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഫുഡുകൾ ബ്രേക്ക്ഫാസ്റ്റിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. എല്ലാം കുറഞ്ഞ അളവിൽ സൈഡ് ഡിഷായിട്ട് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് നമ്മൾ മുൻപൊരു ദിവസം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ചീര കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വെജ് ചെറിയതായിട്ട് സ്ലൈസ് ചെയ്തിട്ടുകൊണ്ട് നിങ്ങൾക്ക് ഓംലേറ്റ് ഉണ്ടാക്കാം. ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് ക്യാരറ്റ്, ചീര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഓംലേറ്റ് ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലൊരു ഡിഷാണത്. ഒരുപാട് പ്രോട്ടീൻസും വൈറ്റമിൻസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഫുഡാണിത്. അങ്ങനെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി കഴിക്കണം എന്നല്ല പറയുന്നത്, ഒരു ഹെവി ഫുഡായി പോകും. ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ വീറ്റ് ബ്രെഡ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക, അതിൽ കൂടെ പീനട്ട് ചേർക്കാം, സലാഡ് കൂട്ടാം, അങ്ങനെയും കഴിക്കാം. അതും നല്ലൊരു ഡിഷ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ലഞ്ചാണുള്ളത്. ദിവസവും പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് നിങ്ങളുടെ ഒരു സൗകര്യം അനുസരിച്ച് മാക്സിമം ഏതെങ്കിലും രീതിയിൽ ഇത് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് മസാല, ഓയിലൊന്നും അകത്ത് പോകാത്ത രീതിയിൽ ചെയ്യുക. അതേപോലെ തന്നെ ഫിഷിൻ്റെ കാര്യമൊക്കെ പറയുന്നത് omega-3 അല്ലെങ്കിൽ ഫാറ്റി ആസിഡ്, വൈറ്റമിൻ D ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ omega-3 ഒക്കെ ഫിഷിലാണ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. ഈ കാര്യങ്ങൾ ബദാമിലുണ്ട്. അതേപോലെ തന്നെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഭക്ഷണത്തിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലഞ്ചിൻ്റെ കൂടെ നമ്മൾ ചോറ് കഴിക്കുന്നില്ല, പകരം നമ്മൾ ബാക്കി ഒന്നുമില്ലെങ്കിൽ നമുക്ക് സ്റ്റീം ഫുഡിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ചോളമോ റാഗിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയ ഫുഡ് നമുക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഡിന്നറാണ്. ഡിന്നറിന് നമുക്ക് സലാഡ് അല്ലെങ്കിൽ ജ്യൂസ് കഴിക്കാം, അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയും വിത്ത് സലാഡ് കഴിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഒരു നല്ലൊരു ഷേക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ആ രീതിയിലും കഴിച്ചു പോവാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ 7th ഡേ പറയാനുള്ളത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീണ്ടും ഞാൻ പറയുകയാണ്, ഒരു 15 ഗ്ലാസ്സിൽ കുറയാതെ നിങ്ങൾ ദിവസം വെള്ളം കുടിക്കണം. അതേപോലെ തന്നെ കൃത്യമായിട്ട് ഒരു 7 മണിക്കൂർ കിടന്ന് ഉറങ്ങണം. പിന്നെ നമ്മുടെ വർക്കൗട്ട് കറക്റ്റായിട്ടൊരു 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1 അവറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യണം. പിന്നെ നമ്മൾ ഈ ഭക്ഷണങ്ങളുടെ 3 സമയത്തിന് ഇടയ്ക്ക് വരുന്ന സമയങ്ങളിലുള്ള ആ ഒരു വിശപ്പുണ്ടാകുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ബദാം പോലുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാം, സലാഡ് പോലുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാം. എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് ആ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിലും ഇൻസ്റ്റയിലും കാണാം. നമ്മുടെ ഡയറ്റ് ഇത്രയാണ് ഇന്നത്തെ കാര്യങ്ങൾ പറഞ്ഞു പോകാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വർക്കൗട്ടിലേക്ക് കിടക്കാം.
അപ്പോൾ നമ്മുടെ 7th ഡേ വർക്കൗട്ട് അതും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ പോലും അറിയാതെ 7th ഡേ 7 ദിവസം നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ നല്ല രീതിയിലുള്ള ഡയറ്റും വർക്കൗട്ടും ഒക്കെ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് നമ്മൾ ഇതേപോലെ വൈൻഡപ്പ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് കൃത്യമായി മനസ്സിൽ വെച്ചുകൊണ്ട് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം.